Welcome back to Miriyorum. ഇന്നോടൊപ്പം ന്യൂട്രീഷനിസ്റ്റ് സജിത സുനിലാണ്, who is with health trends at the Dubai World Trade Center. അപ്പോൾ സജിത, എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഈ ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഹെൽത്തി ഈറ്റിംഗ് ഓൾ അബൌട്ട്? ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പോർഷൻസ് വാച്ച് ചെയ്യണം. ഓൾ ഫുഡ് ഗ്രൂപ്പ്സ് നീഡ് ടു ബി ആഡഡ്. ഈ ഫുഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്സ്, മിനറൽസ്, ഇതെല്ലാം ഒരു നോർമൽ പ്രൊപ്പോർഷൻ ഓർ റിക്വയർഡ് പ്രൊപ്പോർഷൻ, അതിനാണ് ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അത് പറ്റുന്നില്ല, ഓർ ആവുന്നില്ല, ഓർ കഴിക്കുന്നില്ല ആക്ച്വലി സ്പീക്കിംഗ്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് എല്ലാ പ്രോബ്ലംസും ഒബേസിറ്റിയും എല്ലാം ആവുന്നത്. അപ്പോൾ ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പോർഷൻ കൺട്രോൾ. ഇപ്പോൾ പോർഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് എൻ്റെ വെയിറ്റ് കൂടി, എനിക്ക് കട്ട് ഡൗൺ ചെയ്യണം. കട്ട് ഡൗൺ ചെയ്യുമ്പോൾ പറഞ്ഞാൽ എല്ലാ ഫുഡുകളും അവർ കട്ട് ചെയ്യും. അപ്പോൾ അത് ഹെൽത്തി ഈറ്റിംഗ് അല്ല. അതിലെന്താവും, വെയിറ്റ് ലോസ് ആവും, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ പ്രോബ്ലംസും വരും. സജിത, കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്യാം. ഹലോ ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ഞാൻ ടെൻഷനാണ്, ഷാർജന്ന്. ഓക്കെ, സംസാരിച്ചോളൂ. നമ്മുടെ ന്യൂട്രീഷൻ ഉണ്ട്. ഓക്കെ, ഹലോ പറയൂ. മാഡം. പറയൂ. ഹലോ പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം, എന്റെ ഒരു പ്രശ്നം, എനിക്ക് 45 ഉണ്ട് ഏജ്. ഓക്കെ. ഈ കൊളസ്ട്രോൾ ആണ്. അപ്പൊ ഫുഡൊക്കെ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതെന്നാണ് അറിയാൻ വേണ്ടിയാണ്. എത്രയുണ്ട് കൊളസ്ട്രോളിന്റെ ലെവല്? കൊളസ്ട്രോൾ LDL 212 ഉണ്ട് മാഡം. ഓക്കെ. അതിന്റെ മെഡിസിൻസ് എടുക്കാറുണ്ടോ? അപ്പൊ മീറ്റ് ഒന്നും കഴിക്കാറില്ല മാഡം. മുട്ട, മീറ്റ് അങ്ങനെയുള്ള ഒന്നും കഴിക്കാറില്ല. എണ്ണയൊക്കെ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. വെജിറ്റബിൾ, ഫിഷ് ഒക്കെയാണ് ധാരാളം കഴിക്കുന്നത്. എന്നാലും ഇങ്ങനെ കൊളസ്ട്രോൾ കൂടുന്നത് എന്തുകൊണ്ട്? അത് എന്താണെന്നൊന്ന് പറയാം. അത് കൂടിക്കൊണ്ടേ ഇരിക്കുന്നത്, അത് അതിൽ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടോ? പറഞ്ഞ അത് ഇത് കൺട്രോൾ എന്ന് പറഞ്ഞാൽ 6 മാസത്തിലൊരിക്കലും ചെക്ക് ചെയ്യും. അപ്പോഴും കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് ചെക്ക് ചെയ്തതിലും 50 കൂടി ഇപ്പൊ കൂടി 6 മാസം കഴിഞ്ഞപ്പോ. അപ്പൊ മെഡിസിൻസ് ഉണ്ടോ? ഇപ്പൊ മെഡിസിൻസ് എടുക്കാറുണ്ടോ? ഇപ്പൊ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എക്സസൈസ് എങ്ങനെയുണ്ട്? എന്തെങ്കിലും എക്സസൈസ് ഉണ്ടോ? ഇപ്പൊ വാക്കിങ്ങിന് പോണുണ്ട് മാഡം. 1 മാസമായിട്ട് വാക്കിങ്ങിന് പോണുണ്ട്. ഓക്കെ. എന്തായാലും പോർഷൻസ് കൺട്രോൾ ചെയ്യുമ്പോൾ പറഞ്ഞ വെജിറ്റബിൾസും ഫിഷും ആണ് അധികം കഴിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ ഇത് കഴിക്കുന്നത്? വെജിറ്റബിൾസും ഫിഷിന്റെ കൂട്ടത്തിൽ അത്രേ സെയിം പോർഷൻ ഓഫ് റൈസും ഉണ്ടോ, അതോ എങ്ങനെയാ? റൈസ്, അതിന്റെ കൂടെ ഫിഷ് കറി, പിന്നെ 1-2 വെജിറ്റബിൾ അങ്ങനെയൊക്കെയാണ് കഴിക്കും. പിന്നെ ഫ്രൂട്ട്സ്. അത് ഇപ്പൊ രാത്രിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ 7 മണിക്ക് മുമ്പ് 7 മണിയാകുമ്പോ ഡിന്നർ കഴിക്കും. ചിലപ്പോ രാത്രി ഒരു 9 മണിക്കൊക്കെ ഒരു കുറച്ച് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും. അത്രേ ഉള്ളു. ഓക്കെ. അപ്പൊ എന്തായാലും മീൽസ് കഴിക്കുമ്പോൾ നല്ല ഗ്യാപ്പ് കൊടുക്കണം. കാരണം 3 മണിക്കൂറിൽ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കണം. അത് ചെയ്യാറുണ്ടോ, അതോ അതില്ലേ? അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഡയറക്ട്ലി ലഞ്ച് ആണോ? രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പൊ ഒരു പീസ് പുട്ട്, ഒരു ഗ്ലാസ് ചായ, അതിന്റെ കൂടെ പഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കറി, കടല്, പരിപ്പ്, പയറൊക്കെ ഉണ്ടല്ലോ, അതുപോലെ അത് കഴിക്കുന്നുണ്ട്. ഓക്കെ. അത് കുഴപ്പമുണ്ടോ? അത്രയും ഭക്ഷണം രാവിലെ കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ? അത് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നിങ്ങളുടെ വെയിറ്റും നിങ്ങളുടെ ഹൈറ്റും വേണ്ടി വരും. കാരണം വെയിറ്റ് 59 kg ആണ് മാഡം. അപ്പൊ ഹൈറ്റോ? ഹൈറ്റ് 5.1. ഓക്കെ. 165 സെന്റിമീറ്റർ. ഓക്കെ. ഇപ്പൊ ഒരു പീസ് പുട്ടെന്ന് പറഞ്ഞാൽ ആ പീസിന്റെ സൈസ് പറയണം. കാരണം ഈ പീസ് എല്ലാവർക്കും ഒരു സെയിം പീസ് പോർഷൻ ആയിരിക്കില്ല. നമ്മൾ പറയുമല്ലോ നാട്ടിലെ ചിരട്ട് പുട്ട് എന്ന് പറയുന്ന ഒരു അത്ര ആ ഒരു പാത്രം ഉണ്ടല്ലോ, ചെറിയത്, ഒരു എന്താ പറയണ, ഒരു ചെറിയ കപ്പ് ആണെങ്കിൽ ഇനിയിപ്പോ കപ്പ് മെഷർമെന്റ്സ് നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ മെഷറിംഗ് സ്പൂൺസ് കിട്ടാറുണ്ട് മാർക്കറ്റിൽ. അപ്പൊ മെഷറിംഗ് സ്പൂൺസ് എടുത്തിട്ട് മെഷർ ചെയ്ത് നോക്കൂ. ഒരു 1 കപ്പ് ആയിട്ട് പുട്ടെടുത്ത് അത്ര കഴിച്ചാൽ മതി കാലത്ത്. 1 കപ്പ്. മെഷറിംഗ് സ്പൂൺസ് എന്ന് പറഞ്ഞാൽ വലിയ കപ്പ് ഒരു 125 grams വരെയൊക്കെ പോകും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. ചായയും പഴവും അതിൻ്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ കറി എന്തെങ്കിലും കുഴപ്പമില്ല. അത് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഫൈൻ. പിന്നെ ഒരു ഉച്ച നേരത്ത് ഗോതമ്പിന്റെ അങ്ങനെ എന്താണെങ്കിലും അത് കഴിക്കാം. അത് കുഴപ്പമില്ല. പക്ഷെ ഗ്യാപ്പ് വെക്കരുത്, കൂടുതൽ ഗ്യാപ്പ് വെക്കരുത്. 3 hours കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കഴിക്കാം. സാലഡോ എന്തെങ്കിലും ആവാം, പിന്നെ ലഞ്ച് ആവാം. പക്ഷെ എക്സസൈസ് ഇസ് എ മസ്റ്റ്. അപ്പൊ 2 നേരം ഇനി എക്സസൈസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ വെരി ഗുഡ്, ഗോ ഫോർ ഇറ്റ്. 2 നേരം എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന, കാലത്തും വൈകിട്ടും എക്സസൈസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ വാക്കിന് പോക്കോളൂ 30 minutes. പിന്നെ ലഞ്ച് നമുക്ക് ചോറ് കുറച്ച് കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. മെഷർമെന്റ്സ് കപ്പ് വെച്ച്
കപ്പ് വൈസും വെക്കാം, അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ പറയാം, നമ്മളുടെ ഡിന്നർ പ്ലേറ്റ് ഉണ്ടാവില്ലേ, ഏതെങ്കിലും ഡിന്നർ പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിന്റെ പകുതി വെജിറ്റബിൾസ് ആയിട്ട് ഭാഗം വെക്കുക. ഓക്കെ, പകുതി ഫുൾ വെജിറ്റബിൾസ് എടുക്കുക, ബാക്കി പകുതിയിൽ ക്വാർട്ടർ പാർട്ട് നിങ്ങളുടെ ഫിഷ് കറിയോ എന്തെങ്കിലും ആവാം, പിന്നെ അത് മറ്റേ ക്വാർട്ടർ ചോറാവാം. അങ്ങനെ ഇനി റിവേഴ്സ് ചെയ്ത് നോക്കും ഈറ്റിംഗ് ഹാബിറ്റ്സ്. അങ്ങനെ കഴിക്കണം അല്ലേ? ആ, അപ്പൊ ഹാഫ് പ്ലേറ്റ് വെജിറ്റബിൾസ് മാത്രമായിരിക്കണം, കൂടുതൽ വെജിറ്റബിൾസും. എന്തെങ്കിലും കഴിക്കാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാഡം? ഇങ്ങനെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റാത്ത വെജിറ്റബിൾസ് അങ്ങനെ? വെജിറ്റബിൾസ് ഒന്നുമില്ല, വെജിറ്റബിൾസ് എല്ലാം കഴിക്കാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെൽത്തി ഈറ്റിങ്ങിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, ഹെൽത്തി ഈറ്റിംഗ് അതൊക്കെ അവരുടെ അടുത്തും കോളറിന്റെ അടുത്തും പറഞ്ഞ് ഇതൊരു പ്ലേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു 9 ഇഞ്ച് പ്ലേറ്റ് ഉണ്ടാവും. നമ്മുടെ ഡിന്നർ പ്ലേറ്റ്സ് ആർ ഓൾ 9 ഇഞ്ച്. അപ്പം ഹാഫ് ഓഫ് ദ പ്ലേറ്റ് ഷുഡ് ബി വെജിറ്റബിൾസ്. ഓക്കെ, പിന്നെ ബാക്കി ഹാഫ് പ്ലേറ്റിൽ നമ്മളുടെ നോൺ വെജും നമ്മുടെ കാബ്സ് ആയെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ റൈസ് അതാവും. അപ്പൊ ഇങ്ങനെ കഴിച്ചു വെച്ചാൽ യു ആർ ഈറ്റിംഗ് ഹെൽത്തി. ഹെൽത്തി എന്ന് പറഞ്ഞാൽ മോർ ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ലെസ് ഓഫ് ദി കാർബ്സ് ആൻഡ് ദ പ്രോട്ടീൻ ഐറ്റംസ്. നേരെ നമ്മൾ ഇപ്പൊ കഴിക്കുന്ന എല്ലാവരും കഴിക്കുന്ന ഈസ് റിവേഴ്സ് ഓർഡർ. പറഞ്ഞാൽ നമ്മൾ കുറെ ചോറ് എടുക്കും, കുറവായിരിക്കും നമ്മളുടെ വെജിറ്റബിൾസും, പിന്നെ ചോറിന്റെ കൂട്ടത്തിൽ നമുക്ക് ഫിഷും എല്ലാം വരും. അപ്പൊ പ്രോട്ടീൻസ് ആർ നെവർ എഫക്റ്റഡ്, പക്ഷെ കാർബ്സ് ആയിരിക്കും നമ്മളുടെ കൂടുതലുണ്ടാവും. അപ്പൊ ഇപ്പോഴത്തെ പുതിയ മുനിസിപ്പാലിറ്റി റൂൾസും DHA റൂൾസിന്റെ പ്രകാരം ദിസ് സ്മാർട്ട് പ്ലേറ്റ് മെത്തേഡ് ഇസ് ദി ഇൻ തിങ്. പറഞ്ഞാൽ കൂടുതൽ വെജിറ്റബിൾസും ബാക്കിയുള്ള you have to eat smaller portions of carbs and proteins. ഓക്കെ, അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഫ്രൂട്ട് ജ്യൂസസ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഫ്രൂട്ട് വേഴ്സസ് ഫ്രൂട്ട് ജ്യൂസസ്, അപ്പം അതിൽ എന്തുമാത്രം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ദൂഷ്യവശങ്ങളുണ്ടോ അതിന്? ഫ്രൂട്ട് ജ്യൂസസിൽ ആക്ച്വലി ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസസ് എടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷേ കൂടുതൽ ഫ്രൂട്ട് ജ്യൂസസോ എനിക്ക് സമയമില്ല ഫ്രൂട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ജ്യൂസ് കുടിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർ നോക്കില്ല ഫ്രഷ് ആണോ അല്ല ഫ്രഷ് അല്ല എന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡ് എടുത്ത് ജ്യൂസ് കുടിക്കുന്നു പറഞ്ഞാൽ കുടിച്ചാൽ അത് കാലറീസ് ആയി മാറും. കാരണം അതിൽ ഷുഗർ എന്തായാലും അഡിറ്റീവ്സ് ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് കാലറീസ്. പക്ഷേ നേരെ മറിച്ച് ഇഫ് ഐ എം ഗോയിങ് ടു ടെൽ യു ഒരു സജിത, നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഷുവർ. ഹലോ, ഹലോ മാഡം, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? കുറച്ച് ഉറക്കെ സംസാരിക്കുവോ? ഓക്കെ, സംസാരിച്ചോളൂ. ഞാനൊരു പ്യുവർ വെജിറ്റേറിയനാണ്. പ്യുവർ വെജിറ്റേറിയൻ ഇൻ ദ സെൻസ് ഞാൻ മുട്ട കഴിച്ചിട്ടില്ല, മീൻ കഴിച്ചില്ല, ഇറച്ചി കഴിച്ചില്ല, പിന്നെ ഐസ്ക്രീം കഴിച്ചിട്ടില്ല, പൊറോട്ട കഴിച്ചിട്ടില്ല, അങ്ങനെ മുട്ട കിട്ടുന്ന ഒന്നും കഴിക്കാറില്ല. അപ്പൊ വൈഫ് പറയുന്നത് പ്യുവർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബോഡി പെയിൻ വരണം. അപ്പൊ പറയുന്നത് കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ആയിരിക്കും പറയുന്നത്. പക്ഷെ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇതുവരെ എനിക്കൊരു ഡെഫിഷ്യൻസിയും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ ഡയറ്റില് എന്റെ ഡെയിലിയുള്ള ഭക്ഷണ രീതിയില് എന്തെല്ലാമാണ് ഇനി ഉൾപ്പെടുത്തേണ്ടത്? ഇനിയിപ്പോ ഐസ്ക്രീം കഴിക്കില്ല പറഞ്ഞ പാല് കുടിക്കാറുണ്ടോ? പാല് അങ്ങനെ പാല് സ്ഥിരമായി കഴിക്കാറില്ല. ചായ കുടിക്കാറുണ്ട് രാവിലെ, പിന്നെ പാല് ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട്, അല്ലാതെ സ്ഥിരമായിട്ട് പാല് കുടിക്കാറില്ല. അപ്പൊ തൈരോ ലബാൻ അങ്ങനത്തെ തൈര് അങ്ങനെയുള്ള സ്ഥിരമായില്ല, എന്നാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ അത് മതി. ഇഫ് ദാറ്റ് ഇസ് ദേർ, ഡോക്ടർ പറയുകയും ചെയ്തു കാൽഷ്യം ഡെഫിഷ്യൻസി ഒന്നുമില്ല, അപ്പൊ പിന്നെ ഒന്നും പേടിക്കാനൊന്നുമില്ല. കുറച്ച് നാൾ മുമ്പ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. വിറ്റമിൻ ഡി അല്ലേ? വിറ്റമിൻ ഡി നമുക്ക് എന്തായാലും കാൽഷ്യം ആൻഡ് വിറ്റമിൻ ഡി അത് രണ്ടും ഒരുമിച്ചാ പോകുന്നത്. അപ്പം വിറ്റമിൻ ഡി നമുക്ക് സൺലൈറ്റ് നിന്നാ കിട്ടുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ല. കാൽഷ്യം കുറവല്ലല്ലോ, കാൽഷ്യം ഇല്ലേ? അത് നിങ്ങൾക്ക് കാൽഷ്യം പാല് തൈര് അങ്ങനത്തെ ഓപ്ഷൻസ് ഇല്ലെങ്കിൽ ടോഫു സോയാബീന്റെ പനീർ പോലെ ഉണ്ടാവും, അത് കഴിക്കാം. അല്ലെങ്കിൽ ഗ്രാം എല്ലാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബിക്കോസ് ഡെയറി പ്രോഡക്ട്സ് ഇല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ടോഫു കഴിക്കാം. ടോഫു അത് ഡോക്ടറെ അടുത്ത് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു.
ഇപ്പം സൈദ ഫ്രൂട്ട് ജ്യൂസസിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഫ്രൂട്ട് ജ്യൂസസ് എന്ന് പറയുമ്പം ഇപ്പം ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കുന്നെങ്കിൽ ഓക്കെ, ഒരു ഗ്ലാസ് ഒരു 200 ml ജ്യൂസിൽ അറ്റ്ലീസ്റ്റ് 3-4 ഫ്രൂട്ട്സ് വരും. നേരെ മറിച്ച് ഇപ്പം അത്രയും ഫ്രൂട്ട്സ് നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റില്ല. മോരോവർ അത് 3 ഫ്രൂട്ടോ 4 ഫ്രൂട്ടോ നമ്മളിപ്പോൾ ഒരുമിച്ച് കഴിച്ചു വെച്ചാൽ പിന്നെ നമുക്ക് വിശപ്പില്ല. അപ്പം ഇപ്പം വിശപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഈ ഗ്യാപ്സ് ഫില്ലപ്പ് ചെയ്യുകയാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന ബെറ്റർ. അല്ലെങ്കിൽ ഇപ്പം വർക്കൗട്ടിന് പോകുന്നു ആൾക്കാർ, അവർക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രൂട്ട് ജ്യൂസസ് ആകുമ്പോൾ അവർക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടും, ഒരു ഓപ്ഷനുണ്ട്. പക്ഷെ ബെറ്റർ ഓപ്ഷൻ വുഡ് ബി എനി ടൈം ടു ഹാവ് ഹോൾ ഫ്രൂട്ട്സ്. കാരണം വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസിനെക്കാട്ടിലും ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്നത് ബെറ്റർ ഓപ്ഷൻ. അതുപോലെ എനിക്ക് ചോദിക്കാനുള്ള സൈദ, ലൈക്ക് രാവിലെ മിക്കവാറും ആൾക്കാർക്ക് സമയം കിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ ഉച്ചയ്ക്ക് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പം ഡബിൾ ദ ക്വാണ്ടിറ്റി ഓഫ് ലഞ്ച് കഴിക്കും. അപ്പോൾ അത് നമ്മുടെ ഹെൽത്തിന് എഫക്റ്റ് ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി ബാഡ് ഈറ്റിംഗ് ഹാബിറ്റ് ശരിക്കും പറഞ്ഞാൽ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദ ഫസ്റ്റ് മീൽ ഓഫ് ദ ഡേ. അത് നമ്മൾ എപ്പോഴും എല്ലാവരുടെയും വായിച്ച് കേട്ടിട്ടുണ്ട്, ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ്. പറഞ്ഞാൽ ഫസ്റ്റ് മീൽ ആയതുകൊണ്ട് ഇറ്റ് ഹാസ് ടു ബി സൂപ്പർ ബിഗ്. അത് കഴിഞ്ഞിട്ടുള്ള മീൽസ് ആയിരിക്കും പിന്നെ ഡിന്നർ ആകുമ്പോൾ ഈറ്റ് ലൈക്ക് എ ബെഗർ, അതാണ് നമ്മൾ പറയുക. പക്ഷെ ഇത് നമ്മൾ നേരെ മറിച്ചുമായിരിക്കും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ഓഫീസ് എത്തുമ്പോഴേക്കും എത്ര വർക്ക് ലോഡ് സ്ട്രെസ്സും അതും കണ്ട് നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ നമ്മൾ ചായയും കാപ്പിയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും ഇടയ്ക്ക്. പിന്നെ ലഞ്ച് ടൈം ആകുമ്പോൾ വിശപ്പില്ല, അപ്പോൾ ലഞ്ച് ടൈം പോകും 3-3:30 ആവും. അപ്പോൾ എന്തെങ്കിലും കഴിക്കുമോ അപ്പോൾ ആ സമയത്ത്. പിന്നെ വീട്ടിൽ വരാൻ സമയം, വീട്ടിൽ വന്നാലും നമുക്ക് അത്ര ഒന്നും കഴിക്കാൻ അത് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ വീട്ടിൽ വരുമ്പോൾ ചില ഒരു ചായ കുടിക്കും, ചായയുടെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും കഴിക്കും, അപ്പോൾ ഡിന്നർ ലേറ്റ് ആവും. ഇതെന്താവും പിന്നെ ഡിന്നർ ലേറ്റ് ആകുമ്പോൾ 10-11 ഡിന്നർ കഴിക്കും. ചിലപ്പോൾ അത് ആ സമയമായിരിക്കും നല്ല വിശപ്പ് വരുന്നത്, അപ്പോൾ നല്ലോണം ഡിന്നറും കഴിക്കും. കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ കഴിക്കുന്ന കാലറീസോ അതൊന്നും യൂസ് ആവില്ല, കടന്നുറങ്ങും. പിറ്റേ ദിവസം പിന്നെയും ബ്രേക്ക്ഫാസ്റ്റിന് സമയമില്ല, പിന്നെ വിശപ്പുമില്ല. കാരണം ഇത്ര ഹെവി ഡിന്നർ കഴിച്ചിട്ട് ആയിരിക്കും കാലത്ത് വിശപ്പ്. സോ ഈ സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 3-4 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്നില്ല, എന്നിട്ട് നമ്മൾ പുട്ട് ഓൺ ചെയ്യും. അത് കാരണം റിവേഴ്സ് ഓർഡറിൽ നമ്മുടെ ബോഡി പോകുന്നത്. അപ്പം സ്റ്റോർ ചെയ്യുന്ന അധികം ബോഡി എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും, അപ്പോൾ യൂട്ടിലൈസേഷൻ ആവില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ മെൻ്റലി യു വിൽ ബി ഗുഡ് ആൻഡ് ഫിസിക്കലി ഓൾസോ യു വിൽ ബി ഗുഡ്. ഓക്കെ. അതുപോലെ എനിക്ക് അടുത്ത ചോദിക്കാൻ സ്ത്രീകളെ കുറിച്ചാണ്. നമ്മൾ ഇപ്പം ഞാൻ ചോദിക്കുന്ന പ്രഗ്നൻസി സമയത്ത് സ്ത്രീകൾക്കറിയാം കഴിക്കുന്ന കാര്യങ്ങളിൽ എന്താ പറയുക അത്രയും ഹെൽത്തി ആയിരിക്കും. കാരണം അതിൻ്റെ എഫക്റ്റ് കുട്ടികൾ എത്രമാത്രമാണ് പല സ്ത്രീകൾക്കും അറിയാം. പക്ഷേ വളരെ കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ എന്താണ് കഴിക്കേണ്ടതെന്ന് ഡ്യൂറിങ് ദറ്റ് പ്രഗ്നൻസി ടൈം. അപ്പോൾ അതിനുള്ള ഡയറ്റ് എന്താണ്? ദർ ഇസ് നോ ഗോൾഡൻ റൂൾ ആസ് ടു വാട്ട് യു ഷുഡ് ഈറ്റ്, വാട്ട് യു ഷുഡ് നോട്ട്. നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുന്നെങ്കിൽ എന്തായാലും നമ്മൾ കഴിക്കുന്നത് തന്നെ നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്തും കഴിക്കാൻ പറ്റും. പിന്നെ വേറെ ഒരു റൂളുണ്ട്, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് ചിലവർ അധികം കഴിക്കാൻ തുടങ്ങും. ആക്ച്വലി നോട്ട് നെസസറി. കാരണം പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ബോഡിയുടെ നീഡ്സ് അനുസരിച്ച് കഴിച്ചാൽ മതി. ഫസ്റ്റ് 3 months നമ്മൾ നോർമൽ റെഗുലർ ഡയറ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് 3 months കൂടുമ്പോൾ ദാറ്റ്സ് ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിയുമ്പോൾ നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടി വരും കാലറീസ്. കാരണം അപ്പോഴത്തേക്കും ഗ്രോത്ത് ഓഫ് ദ ബേബി ഈസ് ലിറ്റിൽ മോർ, അപ്പോൾ ഡിമാൻഡ് ഓഫ് ദ ബോഡി ഈസ് മോർ. എന്നാലും ആ സമയത്ത് ഇൻക്രീസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഹെൽത്തി ഓപ്ഷൻസ് വുഡ് ബി ടു ഈറ്റ് എനിത്തിങ്. പക്ഷേ യെസ്, ഒരു കാര്യം ഓർക്കണം, ലോ ഓൺ ഫാറ്റ്, ഗോ ലെസ്. ഇപ്പം എല്ലാം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കുറേ ജങ്ക് ഫുഡ് കഴിക്കുക, ഐസ്ക്രീംസ് ഒക്കെ എടുത്ത് കഴിക്കുക. ചിലവർക്ക് പറയും എനിക്ക് മോർണിംഗ് സിക്നെസ് ഉണ്ട്, ഉച്ചനേരം ആകുമ്പോഴത്തേക്കും നല്ല ഗുഡ് ഫീലിംഗ് ഉണ്ടാവും, അപ്പോൾ എല്ലാം എടുത്ത് കഴിക്കുക. ഞാൻ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ യു വിൽ പുട്ട് ഓൺ വെയിറ്റ്. പിന്നെ ബൈ 5 months or 7 months ആകുമ്പോഴേക്കും ജസ്റ്റേഷണൽ ഡയബറ്റീസും അതുമൊക്കെ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇപ്പോൾ ഗസ്റ്റേഷണൽ ഡയബറ്റീസിനെ കുറിച്ച് അപ്പോൾ അതിന് അങ്ങനെ വരുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലറായിട്ട് നോക്കേണ്ടി അങ്ങനെ വരുമ്പോൾ പിന്നെ കാലറീസ് റെസ്ട്രിക്ട് ചെയ്യും ഞങ്ങൾ. കാലറീസ് റെസ്ട്രിക്ട് ചെയ്യും പറയും, അപ്പം കാർബ്സ് റെസ്ട്രിക്ട് ചെയ്യും, ഓയിൽ റെസ്ട്രിക്ട് ചെയ്യും, പിന്നെ ഷുഗേഴ്സ് പാടില്ല. അപ്പോൾ ഈ ആക്ച്വലി ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ യു ആർ ഓൾമോസ്റ്റ് ദെയർ ലൈക്ക് യു ആർ ട്രീറ്റഡ് ലൈക്ക് എ ഡയബറ്റിക്. അപ്പം ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. ഇറ്റ്സ് ജസ്റ്റ് ടെമ്പററി ഫേസ്. പക്ഷേ ആ ടെമ്പററി ഫേസ് നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റൂ. കാരണം ദാറ്റ് ഈസ് വെരി ഇറ്റ് കുഡ് ബി ഡേഞ്ചറസ് ടു ദ ബേബി. ഓൾറൈറ്റ്. ഇനിയും അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാം, നമ്മൾ വെയിറ്റ് കുറയ്ക്കണം എന്ന് ശ്രമിക്കുമ്പോൾ പൊതുവേ പറഞ്ഞിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കണമെന്ന്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൽ തന്നെ ഗുഡ് കാർബ്സ്, ബാഡ് കാർബ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം വാട്ട് ഈസ് ഓൾ ദാറ്റ്, അതിനെക്കുറിച്ചൊന്ന് പറയുമോ? ഗുഡ് കാർബ്സ് എന്ന് പറഞ്ഞാൽ ഹോൾ മീൽ ഗ്രെയിൻസ് ആൻഡ് ഹോൾ മീൽ വെറൈറ്റീസ്. ബേസിക്കലി ഫ്രൂട്ട്സും ആവാം, വെജിറ്റബിൾസും ആവാം, ഗ്രെയിൻസ് ആവാം, പൾസസ് ആവാം. ഇതൊക്കെ ഹൈ ഫൈബർ കണ്ടന്റാണ്. ഹൈ ഫൈബർ കണ്ടന്റ് എന്നാൽ നമ്മൾ ഗുഡ് കാർബ്സ് എന്ന് പറയുന്നത്. വേറെസ് വാട്ട് വി ടോക്ക് അബൌട്ട് ബാഡ് കാർബ്സ് എന്ന് പറയുമ്പോൾ ഫ്ലവർ ബേസ്ഡ്, സിമ്പിൾ ഫ്ലവർ, വൈറ്റ് ഫ്ലവർ, അല്ലെങ്കിൽ
ബ്രെഡ്സ്, വൈറ്റ് ബ്രെഡ്സ്, ബിസ്ക്കറ്റ്സ്, ക്രാക്കേഴ്സ്, അതിനെയൊക്കെ ബാഡ് കാർബ്സ് എന്ന് പറയാം. കാരണം ഇറ്റ്സ് മൈദ ബേസ്ഡ്. അതിനകത്ത് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഹോൾ വീറ്റ് അല്ലാതെ, ഹോൾ മീൽ അല്ലാതെ വാട്ട് എവർ ഇസ് വൈറ്റ് ഇസ് സപ്പോസ്ഡ്ലി ബാഡ് or it's not a good choice. കാരണം ഫൈബർ ഉള്ളതുകൊണ്ട് നമുക്ക് ഫില്ലിംഗ് ഇസ് മോർ ആസ് കമ്പയർ ടു വൈറ്റ് ബ്രെഡ് ഓർ വൈറ്റ് ഫ്ലവർ ഓർ തിങ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ വൈറ്റ് ബ്രെഡിന് പകരം ഇഫ് യു ഹാവ് എ ഹോൾ മീൽ ഓർ എ ബ്രൗൺ ബ്രെഡ് ഓർ എ മൾട്ടി ഗ്രെയിൻ ബ്രെഡ്, അതിൽ ഗ്രെയിൻസ് ഉള്ളതുകൊണ്ട് ഫൈബർ കണ്ടന്റ് കൂടും. സോ ഇറ്റ് സാറ്റിസ്ഫൈസ് യു ബേസിക്കലി. അല്ലെങ്കിൽ വൈറ്റ് ബ്രെഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ച് കഴിഞ്ഞ് വിശപ്പ് തോന്നും. ഓൾറൈറ്റ്. ഇനി അടുത്തത് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പൊതുവേ പാർട്ടീസിലൊക്കെ പോകുമ്പോൾ അവിടെ ബുഫേ ആണെങ്കിൽ യു റിയലി കനോട്ട് കൺട്രോൾ. നമ്മൾ കാണുന്ന എല്ലാം കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അപ്പം ചിലപ്പം നമ്മൾ ഒരാഴ്ച ഇങ്ങനെ ഡയറ്റ് കൺട്രോളൊക്കെ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് ഈവൻ അറ്റ് പാർട്ടി എങ്ങനെ നമുക്കൊരു ബാലൻസ്ഡ് മീൽ കഴിക്കാൻ പറ്റും? ദാറ്റ്സ് എ വെരി റോങ് വേ ഓഫ് തിങ്കിങ്. എനിക്ക് അടുത്ത ആഴ്ച പാർട്ടി പോകണം, ഞാൻ ഇപ്പോൾ കൺട്രോൾ ചെയ്യാം. കാരണം അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് വി ആർ നോട്ട് ഈറ്റിംഗ് ഹെൽത്തിലി. നമ്മൾ എന്ത് വേണമെങ്കിലും വി ആർ റെഡി ടു സാക്രിഫൈസ് ആ ഒരു പാർട്ടിയുടെ ദിവസത്തിന്. അപ്പോൾ എന്താവും, നമുക്ക് നമ്മുടെ ബോഡി സ്റ്റാർട്ട്സ് ക്രേവിങ്. അതുകൊണ്ട് ആ ഫുഡ്, ആ സ്പ്രെഡ് കാണുമ്പോഴത്തേക്കും ഒരു കൺട്രോൾ ഇല്ലാതെ നമ്മൾ കഴിക്കാൻ തുടങ്ങാം. ഈറ്റ് റെഗുലർലി. പിന്നെ വേറെ കാര്യം, നമ്മൾ ഇങ്ങനെ പ്രീ പ്ലാൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സെക്കൻഡ്ലി, അവിടെ ചെല്ലുമ്പോൾ യു നോ ദാറ്റ് ദർ ഈസ് ഗോയിങ് ടു ബി ലോട്ട് ഓഫ് ഫുഡ്. അപ്പം ദിവസം റെഗുലർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ യു വിൽ നെവർ ഹാവ് ദാറ്റ് ക്രേവിങ്, ഒന്നാമത്തെ. സെക്കൻഡ്ലി, ഇഫ് യു നോ ദാറ്റ് യു ആർ ഗോയിങ് ടു ഗോ ഔട്ട് ഓഫ് കൺട്രോൾ, മേക്ക് ഷുവർ അറ്റ്ലീസ്റ്റ് ഒരു സാലഡോ എന്തെങ്കിലും വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകാൻ. സോ യുവർ മൈൻഡ് ഇസ് ലൈക്ക്, മെനി ടൈംസ് ഇറ്റ് ഹാപ്പൻസ്, നമ്മൾ പാർട്ടിക്ക് പോകുമ്പോൾ സമയമില്ല ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റും എല്ലാം ചെയ്യുമ്പോഴേക്കും നമ്മൾ കഴിക്കാറില്ല, സ്റ്റാർട്ട് സ്കിപ്പിംഗ് മീൽസ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും ബിക്കോസ് നമ്മൾ സ്കിപ്പ് ചെയ്തു, അവിടെ കൺട്രോൾ ഇല്ല. അപ്പോൾ ഈറ്റ് സംതിങ് സബ്സ്റ്റാൻഷ്യൽ ആൻഡ് ഗോ ഫോർ ദ പാർട്ടി. സോ യു വിൽ ചൂസ് ബെറ്റർ അവിടെ. അത് കഴിക്കേണ്ടെന്നല്ല പറയുന്നത്, ബട്ട് എവറിഥിങ് ക്യാൻ ബി ടേസ്റ്റഡ് സ്മോളർ അമൗണ്ട്സ്. ഓൾറൈറ്റ്. എനിക്ക് അടുത്ത് സ്ത്രീകളെ കുറിച്ച് തന്നെയാണ് ചോദിക്കാനുള്ളത്. നമ്മൾ ഈ പൊതുവെ സ്ത്രീകൾക്ക് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളിൽ ഇങ്ങനെ മീലിൽ നമ്മളുടെ ഡയറ്റിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാനായിട്ട് ഉണ്ടോ? ഇപ്പം വെരി കോമൺ ഈ പോളിസിസ്റ്റിക് ഓവറീസിനെ കാണാറുണ്ട്. ഇറ്റ്സ് എ ഹോർമോണൽ പ്രോബ്ലം ആക്ച്വലി. അപ്പം എന്തായാലും ഇതിൽ കാർബ്സ് ഇസ് സംതിങ് വിച്ച് വി ഹാവ് ടു വാച്ച് ഔട്ട്. കാരണം പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് വരുമ്പോൾ കോംപ്ലിക്കേഷൻസ്. സരിതന് മുന്നിൽ നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്യാം. ഹലോ. ഹലോ, നമസ്കാരം. പേര് പറയൂ, ആരാ സംസാരിക്കുന്നേ? സിന്ധു. സിന്ധു, നമ്മളുടെ ഡയറ്റീഷ്യനോട് സംസാരിച്ചോളൂ. ആ സിന്ധു പറയൂ. ഹലോ. ഹലോ. ആ സിന്ധു, ഞാൻ ഇതിലെല്ലാം പറയുന്നത് വെയിറ്റ് കുറയ്ക്കാനുള്ളതാണ്. പക്ഷെ വെയിറ്റ് കൂട്ടുവാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വെയിറ്റ് കൂട്ടാനായിട്ട് ഫുഡും അധികം കഴിക്കണം. പിന്നെ സെയിം ഹെൽത്തി ഈറ്റിംഗ് ഓപ്ഷൻസ് ഫോളോ ചെയ്താൽ വെയിറ്റ് കൂട്ടാനും പറ്റും. അപ്പം ഹെൽത്തി, കാരണം നമ്മളിപ്പോൾ വെയിറ്റ് കൂട്ടെന്നും പറഞ്ഞിട്ട് കണ്ട ജങ്ക് ഫുഡൊക്കെ കഴിച്ചു വെച്ചാൽ വെയിറ്റ് എന്തായാലും കൂടും. പക്ഷെ അത് ഫാറ്റ് വെയിറ്റ് ആയിരിക്കും. അത് നമ്മളുടെ മസിലോ അത് നമുക്ക് വേണ്ടപ്പെട്ട വെയിറ്റ് ആയിരിക്കില്ല. അപ്പോൾ വെയിറ്റ് ഒക്കെ കൂടിക്കഴിഞ്ഞിട്ട് പിന്നെ കുറേയൊക്കെ കഴിയുമ്പോൾ നമുക്കറിയോ വെയിറ്റ് ഒക്കെ കൂടി, പക്ഷെ അതിൻ്റെ കൂടെ പ്രോബ്ലംസും കൂടി. അപ്പോൾ കൊളസ്ട്രോളും അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഹെൽത്തി ഓപ്ഷൻസിൽ പോർഷൻ കൺട്രോളിലായിട്ട് കഴിച്ചു വെച്ചാൽ എപ്പോഴും വെയിറ്റ് ഗെയിൻ ഇസ് ദ ബെസ്റ്റ് വെയിറ്റ് ഗെയിൻ. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓൾറൈറ്റ്, താങ്ക് യു. അപ്പം നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാനുള്ള സമയമുണ്ട്. ബ്രേക്കിന് ശേഷം ഞാൻ ഇന്നത്തെ വിജയം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം.